കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെ പറഞ്ഞ ഈ അതൃപ്തിയെക്കുറിച്ച് അറിയില്ല, ഏതെങ്കിലും തലത്തിൽ അതൃപ്തി ഉണ്ടോ എന്നറിയില്ല, അദ്ദേഹം തന്നോട് പറഞ്ഞിട്ടാണ് ഗുരുവായൂരിലേക്ക് പോയതും എന്നാണ് അടൂർ പ്രകാശ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. അതൃപ്തി ഉണ്ട് എന്ന് പരസ്യമായി സമ്മതിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എടുത്ത സമീപനം കണ്ടിരുന്നല്ലോ. അത് സംബന്ധിച്ച കെ മുരളീധരൻ പങ്കെടുക്കില്ലല്ലോ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയും ക്ഷുഭിതനായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു. താൻ ഇനി മറ്റു കാര്യങ്ങളൊന്നും തനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞ് കാണുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പോലും അവസാനിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനാൽ തന്നെ കെ മുരളീധരന് അതൃപ്തി ഉണ്ട്, ആ അതൃപ്തി പരിഹരിച്ചു എന്ന് സമ്മതിക്കുന്നതിൽ നേതൃത്വത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ട്. സ്വാഭാവികമായി പുറമേക്ക് പറയാൻ കഴിയില്ല. കാരണം KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് പുറത്തിറക്കിയ ലിസ്റ്റാണ്. ആ ലിസ്റ്റിലുള്ള അതൃപ്തി കെ മുരളീധരൻ അറിയിച്ചു എന്ന് പരസ്യമായി സമ്മതിക്കാൻ നേതൃത്വത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. UDF കൺവീനറെ സംബന്ധിച്ചിടത്തോളം ആ പരിപാടിയിൽ കെ മുരളീധരൻ പങ്കെടുക്കുന്നത് വരെയും കൂടുതൽ കരുതലോടുകൂടി സംസാരിക്കാൻ മാത്രമേ അദ്ദേഹത്തിനും കഴിയുള്ളൂ. അതുകൊണ്ടാണ് കെ മുരളീധരന്റെ അതൃപ്തിയെ ഓൺ ചെയ്യാൻ നേതാക്കൾ തയ്യാറാവാത്തത് എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. ഏതായാലും ആ അതൃപ്തി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. കെ മുരളീധരനെ നേതൃത്വത്തിന് അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 22-ാം തീയതി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ കെ മുരളീധരനുമായി നേരിട്ട് തന്നെ കൂടിക്കാഴ്ച നടത്തും എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. നേതൃതലത്തിൽ വലിയ രീതിയിലുള്ള ആശയവിനിമയം ഉണ്ടായി. കെ മുരളീധരന് മേൽ കടുത്ത സമ്മർദ്ദമാണ് കേരള നേതാക്കൾ ചെലുത്തിയത് എന്ന് വ്യക്തമാണ്. കാരണം 4 ജാഥകളിൽ ഒന്നിന്റെ ക്യാപ്റ്റൻ ഇല്ലാതെ UDFന്റെ പദയാത്ര സമാപിച്ചാൽ അതിന്റെ കല്ലുകടി എത്രത്തോളമാണ് എന്ന് നേതൃത്വത്തിന് തിരിച്ചറിയാമായിരുന്നു. അതുകൊണ്ട് കെ മുരളീധരനെ മുഖവിലേക്കെടുത്ത് അദ്ദേഹത്തെ അനുനയിപ്പിക്കേണ്ടത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിരുന്നു. ശരി, അക്കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നേതൃത്വത്തിന് ആശ്വസിക്കാൻ കഴിയും.